ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. UPI ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ വിശദമായി. നികുതിയും നിയമങ്ങളും ഭേദഗതി ചെയ്യുന്നതിനുള്ള ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെന്റ്മെന്റ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ ഇന്നലെ ചർച്ചകൾക്കു ശേഷം തിരിച്ചയച്ചതോടെയാണ് നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയായത്. രാജ്യത്തെ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുക, കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യമെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. UPI ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. It does not impose any tax or transaction charge on UPI users. It enables the government to specify the electronic payment modes that will continue to receive statutory protection against charges. The UPI and Services Steering Committee, headed by the National Payments Corporation of India, will decide whether any MDR should be introduced and if so, its scope and structure. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സന്നദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. छात्र आंदोलन पर पूरा डिटेल में चर्चा हो सकते हैं. मेरा अनुरोध है कि जब सरकार चर्चा के लिए तैयार है, बिल्कुल चर्चा के दौरान हंगामा नहीं करेंगे और गृह मंत्री जी का जवाब पूर्ण रूप से पूरी तरह से सुनेंगे, शांति से. ये भी आप विश्वास दिलाना पड़ेगा. ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി, അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഈ വിസയുള്ള വിദേശികൾക്ക് പ്രവേശന അനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര സമുദ്ര ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിമൽ എൻ പട്ടേലിനെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ സന്ദർശിച്ചു. സമുദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഓഫ് ലോ ഓഫ് ദ സീയുടെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശ്രീ പട്ടേലിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. 2035 വരെയുള്ള അദ്ദേഹത്തിന്റെ സേവന കാലാവധി വിജയകരമാകട്ടെയെന്ന് കേന്ദ്രമന്ത്രി ആശംസിച്ചു. 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തിന്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജ്കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കും. ഹർ ഘർ തിരങ്ക പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഭാരതത്തിനായി സംഭാവന ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനിരിക്കെ ഹർ ഘർ തിരങ്ക പരിപാടിക്ക് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരങ്ക യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. യോഗയും പ്രകൃതി ചികിത്സയും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ 5ാമത് യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രോഗപ്രതിരോധം, ആരോഗ്യ സംരക്ഷണം, ജീവിതശൈലി പരിഷ്കരണം, പുനരധിവാസം, ക്ഷേമം
എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ശ്രീ ജാദവ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തുടനീളമുള്ള കാർഷിക വിദ്യാർത്ഥികൾക്കായി ദേശീയ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഫണ്ടുകൾ വിതരണം ചെയ്ത് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ സംരംഭത്തിന് കീഴിൽ 6000-ലധികം വിദ്യാർത്ഥികൾക്ക് 21.35 കോടി രൂപയാണ് ലഭിച്ചത്. കാർഷിക മേഖലയുടെ വികസനത്തിന് പ്രായോഗിക പരിശീലനം അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കാർഷിക വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതി വഴി സമയബന്ധിതമായി പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുമെന്നും ഇത് കാർഷിക വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. स्कॉलरशिप जाएगी स्टूडेंट्स के नाम, लेकिन जाएगी यूनिवर्सिटी को, यूनिवर्सिटी से कॉलेज में, फिर कॉलेज फिर ढूंढेगा. इतना समय लग जाता था कि जब तक स्कॉलरशिप पहुंचती थी तब तक पता चला परीक्षाएं सब निपट गई. स्कॉलरशिप का उद्देश्य क्या था? सही समय पर स्टूडेंट्स की सही जरूरत पूरी हो जाए, पढ़ाई लिखाई. सिंगल क्लिक से हर महीने समय पर बच्चों को स्कॉलरशिप पहुंचेगी. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിലുള്ളത്. ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ 5 ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ കൃഷിമന്ത്രി T. സിദ്ദിഖ്, മന്ത്രി M. ലിജു എന്നിവർ പങ്കെടുക്കും. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലി തർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നാളെയാണ് കർക്കടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവ് ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15-നും 11:30-നും സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5-നും 5:30-നും തൃപ്പൂണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടാകും. അതേസമയം ബലിതർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1 മണി മുതൽ പകൽ 2 വരെ ആലുവ ടൌണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132ആയി. 570-ലേറെ പേർക്ക് പരിക്കേറ്റു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്കും സാരമായ കേട് സംഭവിച്ചു. തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം. നൈജീരിയയിലെ ലാഗോസിൽ ആരംഭിച്ച അണ്ടർ-23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കൊയ്ത്തുമായി ഇന്ത്യ. 4 സ്വർണവും 4 വെള്ളിയും 9 വെങ്കലവും അടക്കം ആകെ 17 മെഡലുകളാണ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ കരസ്ഥമാക്കിയത്. 3 ഇനങ്ങളിലായി നടന്ന 6 വ്യക്തിഗത മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമുയർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. UPI ഉപഭോക്താക്കൾക്ക് മേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132ആയി. അണ്ടർ-23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.